Hi my dears, today we are going to discuss our next topic, that is next method of characterization, that is X-ray photoelectron spectroscopy, or which is also known as XPS. It is a surface sensitive quantitative spectroscopic technique that measures the elemental composition at the parts per thousand range, empirical formula, chemical state and electronic state of the element that exists within a material. If you have a metal oxide and you want to know if the metal is in plus 2 or plus 1 or plus 2 state, using XPS will allow you to find that ratio. So what is X-ray photoelectron spectroscopy? It is a surface sensitive one. So it is majorly focused on the surface. So surface sensitive one, it is a quantitative spectroscopic technique. So the spectroscopic technique ആണ് surface sensitive ആണ്. ഇതിൽ എന്താ മെഷർ ചെയ്യുക? എലമെൻറ്റിൻ്റെ കമ്പോസിഷൻ പാർട്സ് പെർ 1000 റേഞ്ചിലാണ് മെഷർ ചെയ്യുക. അതുമാത്രമല്ല എംപിരിക്കൽ ഫോർമുല, കെമിക്കൽ സ്റ്റേറ്റ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിലൊരു മെറ്റൽ ഉണ്ട്. ആ മെറ്റൽ പ്ലസ് 1 ആണോ പ്ലസ് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണോ നോക്കാൻ നമുക്ക് XPS യൂസ് ചെയ്താൽ നമുക്ക് ആ റേഷ്യോ കിട്ടും എന്നാണ് പറയുന്നത്. സോ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് സർഫസ് സെൻസിറ്റീവ്. അതിലൂടെ നമുക്ക് എലമെൻ്റൽ കമ്പോസിഷൻ പാർട്സ് പെർ 1000 റേഞ്ചിൽ മെഷർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എംപിരിക്കൽ ഫോർമുല, കെമിക്കൽ സ്റ്റേറ്റ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്നിവയെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. Then XPS spectra are obtained by irradiating a material with a beam of X-rays while simultaneously measuring the kinetic energy and the number of electrons that escape from the top. Then 0 to 10 nanometer of the material being analyzed. പിന്നീട് എന്താ പറയുന്നത്, XPS സ്പെക്ട്ര നമുക്ക് എങ്ങനെ കിട്ടുക? നമ്മുടെ മെറ്റീരിയലിലേക്ക് എക്സ്റേ വെച്ച് ഇറാഡിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ കൈനറ്റിക് എനർജിയും മെഷർ ചെയ്യും. അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയും നമ്മൾ മെഷർ ചെയ്യും. നമ്മുടെ സാമ്പിളിലേക്ക് എക്സ്റേ കൊണ്ട് ഇറേഡിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കൈനറ്റിക് എനർജിയും എസ്കേപ്പ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസും മെഷർ ചെയ്യുന്നു. ദെൻ ഈ മെത്തേഡിൽ 0 to 10 നാനോമീറ്റർ വരെയുള്ള മെറ്റീരിയലിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. Then XPS requires high vacuum or ultra high vacuum conditions, although current area of development is ambient pressure XPS, in which samples are analyzed at pressures of a few tens of millibar. XPS can be used to analyze the surface chemistry of a material. Then XPS detects all elements with an atomic number of 3 and above, and it cannot easily detect hydrogen or helium. Detection limit of parts per million are possible but require special conditions. Concentration at top surface or very long collection time. So XPSനെ ഒരു കണ്ടീഷൻ എന്താണ്? ഹൈ വാക്വം അല്ലെങ്കിൽ അൾട്രാ ഹൈ വാക്വം എന്നുള്ളൊരു കണ്ടീഷൻ ഇവിടെ XPSന് ആവശ്യമുണ്ട്. So XPS requires high vacuum condition and it is a current area of development. Although current area of development is ambient pressure, in which samples are analyzed at pressure of a few tens of millibar. ഒരു കറണ്ട് ഏരിയ അവിടെ ഡെവലപ്പ് ആണെങ്കിൽ നമുക്ക് ആ സാമ്പിളിനെ പ്രഷർ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ XPS യൂസ് ടു അനലൈസ് ഒരു മെറ്റീരിയലിലെ സർഫസിനെ അനലൈസ് ചെയ്യാൻ XPS യൂസ് ചെയ്യാൻ പറ്റും. XPS യൂസ് ചെയ്ത് നമുക്ക് എല്ലാ എലമെൻറ്റ്സിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെ എലമെൻറ്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ 3 മുതലുള്ള കുറച്ച് എലമെൻറ്റ്സിൻ്റെയൊക്കെ ഇത് വെച്ച് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജനും ഹീലിയം നമുക്ക് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറ്റക്ഷൻ ലിമിറ്റ് പാർട്സ് പെർ മില്യൺ അല്ല, പാർട്സ് പെർ 1000ലാണ് നമ്മൾ XPS മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പാർട്സ് പെർ മില്യണിൽ നമുക്ക് ഡിറ്റക്ഷൻ പോസിബിൾ ആണ്. ബട്ട് അതിന് സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ വേണം. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ടോപ്പ് സർഫസ് അല്ലെങ്കിൽ വെരി ലോങ് കളക്ഷൻ ടൈം, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് മില്യണിൽ ഡിറ്റക്ഷൻ സാധിക്കുകയുള്ളൂ. This is a representation of XPS, and you can see photo emitter focused beam of X-rays, and there is sample and photo emitted electrons are there. Then electron collection lens, then electron detector, electron energy analyzer, and which is connected to a signal. Applications of XPS. XPS is routinely used to analyze inorganic compounds, metal alloys, semiconductors, polymers, elements, catalysts, glasses, ceramics, paints, papers, inks, woods, plant parts, makeup, teeth,
bones, medical implants, biomaterials, coatings, viscous oils, glues, ion modified materials. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ XPS യൂസ് ചെയ്ത് പറ്റും. ദെൻ എലമെൻ്റൽ കമ്പോസിഷൻ ഓഫ് ദ സർഫസ് ഷുഡ് ബി 0 to 10 നാനോമീറ്റർ യൂഷ്വലി. എലമെൻറ്റിൻ്റെ കമ്പോസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ സൈസ് 0 to 10 നാനോമീറ്റർ ആയിരിക്കണം. ദെൻ എംപിരിക്കൽ ഫോർമുല ഓഫ് പ്യൂർ മെറ്റീരിയൽ എലമെൻറ്റ്സ് ദാറ്റ് കണ്ടാമിനേറ്റ് എ സർഫസ് കെമിക്കൽ ഓർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ സർഫസ്. സോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ യൂണിഫോമിറ്റി ഓഫ് എലമെൻ്റൽ കമ്പോസിഷൻ അക്രോസ് ദ ടോപ്പ് സർഫസ്, യൂണിഫോമിറ്റി ഓഫ് എലമെൻ്റൽ കമ്പോസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് അയോൺ ബീം എച്ചിങ്. ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് XPS. So we know XPS is surface sensitive one, and by passing X-rays we can find out elemental composition, etc., and many things. Next one is dynamic light scattering or DLS. From the name itself we can understand that it is something which is based to scattering of light, right? There is smaller in the solution there may be smaller particles or larger particles, and by passing a laser or light there occur process like scattering, diffraction, etc. This is explained in dynamic light scattering. So it can be used to determine the size distribution of small particles in suspension or polymers in suspension or polymers in solution. It is also known as photon correlation spectroscopy or quasi elastic light scattering. അതായത് ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ പോളിമേഴ്സ് ഇൻ സസ്പെൻഷൻ അല്ലെങ്കിൽ പോളിമേഴ്സ് ഇൻ സൊല്യൂഷൻ, ഇങ്ങനെയുള്ള സൊല്യൂഷനിലെ സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് ഡൈനാമിക് ലൈറ്റ് സ്കാറ്ററിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോൺ കോറിലേഷൻ സ്പെക്ട്രോസ്കോപ്പി ഓർ ക്വാസി എലാസ്റ്റിക് ലൈറ്റ് സ്കാറ്ററിങ്. Instrumentation. A monochromatic light source, usually a laser, is shot through a polarizer and into the sample. The scattered light then goes through a second polarizer where it is collected by a photomultiplier and the resulting image is projected onto a screen. This is known as a speckle pattern. All of the molecules in the solution are being hit with the light, and all of the molecules diffract the light in all directions. The diffracted light from all the molecules can either interfere constructively or destructively. This process is repeated at short intervals, and the resulting set of speckle patterns are analyzed by an autocorrelator that compares the intensity of light at each spot over time. So instrumentation എന്താ പറയുന്നത്? നമുക്കിതിനൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉണ്ട്. യൂഷ്വലി അതൊരു ലേസർ ആയിരിക്കും. ആ ലേസറിനെ നമ്മൾ സാമ്പിളിലോട്ട് എങ്ങനെയാണ് എത്തിക്കുക? ഇറ്റ് ഈസ് ഷോട്ട് ത്രൂ എ പോളറൈസർ. ഒരു പോളറൈസർ വഴിയാണ് ഈ ലൈറ്റ് സോഴ്സിനെ സാമ്പിളിലോട്ട് എത്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സാമ്പിളിൽ തട്ടി ലൈറ്റ് സ്കാറ്ററിങ് സംഭവിക്കും. ഈ സ്കാറ്റേർഡ് ലൈറ്റിനെ നമ്മളൊരു സെക്കൻഡ് പോളറൈസറിലൂടെ കടത്തിവിടും. അതിനെ കളക്ട് ചെയ്യുന്നത് ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ആണ്. എന്നിട്ട് ആ റിസൾട്ടിങ് ഇമേജിനെ നമ്മൾ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ സ്പെക്കിൾ പാറ്റേൺ എന്ന് പറയാം. അതായത് നമുക്കൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. യൂഷ്വലി ലേസർ ആയിരിക്കും. ഈ ലേസറിനെ നമ്മൾ പോളറൈസർ യൂസ് ചെയ്തിട്ട് സാമ്പിളിലോട്ട് ഷോട്ട് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ലൈറ്റ് സ്കാറ്ററിങ് സംഭവിക്കും. ഈ സ്കാറ്റേർഡ് ലൈറ്റ് നമ്മൾ സെക്കൻഡ് പോളറൈസറിലൂടെ കടത്തിവിടും. ദെൻ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ഫോട്ടോ മൾട്ടിപ്ലയർ. എന്നിട്ട് നമ്മൾ ആ റിസൾട്ടിങ് ഇമേജിനെ നമ്മൾ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ സ്പെക്കിൾ പാറ്റേൺ എന്ന് പറയാം. ഒരു സൊല്യൂഷനിലെ എല്ലാ മോളിക്യൂൾസും ഈ ലൈറ്റ് കാരണം ലൈറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എല്ലാ മോളിക്യൂൾസും ആ ലൈറ്റിനെ ഡൈഫ്രാക്റ്റ് ചെയ്യും ടു ഓൾ ഡയറക്ഷൻസ്. ഈ ഡൈഫ്രാക്റ്റഡ് ലൈറ്റിനൊക്കെ എന്തിന് കപ്പാസിറ്റി ഉണ്ട്? ഐദർ ഇൻ്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി ഓർ ഡിസ്ട്രക്റ്റീവ്ലി. അവർ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. ഒന്നല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്ലി അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ്ലി. ആൻഡ് within short interval of time the process get repeated, and the resulting speckle pattern we are analyzed it by comparing intensity of light at each spot over time. അപ്പോൾ നമുക്കിങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇമേജ് കിട്ടുമല്ലോ. ഈ ഇമേജിൽ നിന്ന് നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ടൈമിലും കാൽക്കുലേറ്റ് ചെയ്യും, കമ്പയർ ചെയ്യും. When a light hits small particle, light scatter in all directions as long as the particles are small compared to the wavelength. Even if the light source is laser and thus monochromatic and coherent, the scattering intensity fluctuates over time. This fluctuation is due to small molecules in solution undergoing Brownian motion, and so the distance between the scatterers in the solution is constantly changing with time.
This scattered light then undergoes either constructive or destructive interference by the surrounding particles, and within this intensity fluctuation, information is contained about the time scale of movement and scatterers. ഇനി നമ്മുടെ സൊല്യൂഷനിൽ സ്മോൾ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് നിൽക്കുക. അപ്പോൾ ലൈറ്റ് ഈ സ്മോൾ പാർട്ടിക്കിൾസിൽ വന്ന് തട്ടിയാൽ എന്ത് ചെയ്യും? ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ചെയ്യും. നമ്മുടെ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് സ്മോൾ ആണെങ്കിൽ ലൈറ്റ് വന്ന് അതിൽ തട്ടുമ്പോൾ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ചെയ്യും. അത് നമ്മൾ റിയലേക്ക് സ്കാറ്ററിംഗ് ഒക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കേസ് എല്ലാ ഡയറക്ഷനിലേക്കും സ്കാറ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പാർട്ടിക്കിളുടെ സൈസ് വേവ് ലെങ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്മോൾ ആയിരിക്കണം. സോ സ്മോൾ പാർട്ടിക്കിൾസിന് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്താൽ ഇറ്റ് സ്കാറ്റർ ഇൻ ഓൾ ഡയറക്ഷൻ. ഇപ്പം നമ്മളെ ലൈറ്റ് സോഴ്സ് ലേസറാണെന്നിരിക്കട്ടെ, അത് മൊണോക്രോമാറ്റിക്കുമാണ് കൊഹിറൻറ്റും ആണെങ്കിൽ അതിൻ്റെ സ്കാറ്ററിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഈ ടൈമിനനുസരിച്ച് സ്കാറ്ററിങ് ചേഞ്ച് ആവാൻ കാരണം ഈ സ്മോൾ മോളിക്യൂൾസിന് ഒരു പെർട്ടിക്കുലർ മോഷൻ അണ്ടർഗോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ബ്രൗണിയൻ മോഷൻ അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ട് സ്കാറ്ററിങ് ടൈമിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും? സൊല്യൂഷനിലുള്ള സ്കാറ്ററർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ സ്കാറ്റേർഡ് ലൈറ്റ് കൺസ്ട്രക്റ്റീവോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടത്തും. എന്നിട്ട് നമ്മൾ അതിന് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ: ക്യാരക്ടറൈസ് സൈസ് ഓഫ് വേരിയസ് പാർട്ടിക്കിൾസ് ഇൻക്ലൂഡിംഗ് പ്രോട്ടീൻസ്, പോളിമേഴ്സ്, മിസെല്ലീസ്, വെസിക്കിൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, നാനോ പാർട്ടിക്കിൾസ്, ബയോളജിക്കൽ സെൽസ് ആൻഡ് ജെൽസ്. Since DLS essentially measures fluctuations in scattered light intensity due to diffusing particles, the diffusion coefficient of the particles can be determined. DLS software of commercial instruments typically displays the particle population at different diameters. So proteins, polymers, micelles അങ്ങനെ പറയുന്നതിൻ്റെയൊക്കെ സൈസ് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം DLS നമ്മൾ എന്താ നോക്കുന്നത്? ലൈറ്റ് ഇൻറ്റൻസിറ്റീൻ്റെ സ്കാറ്ററിങ്ങിലുള്ള ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദെൻ DLS സോഫ്റ്റ്വെയർ എന്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും? ഓരോ ഡയമീറ്ററിലും ഓരോ ഡയമെൻഷനിലും ആ പാർട്ടികളുടെ പോപ്പുലേഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യും. സോ വി ഹാവ് ഡിസ്കസ്ഡ് XPS, X-ray photoelectron spectroscopy, and dynamic light scattering. Hope you understand the topic well. Thank you.